കളിക്കാവിളയിലെ ക്വാറി ഉടമയുടെ കൊലപാതകം ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതും അമ്പിളി എന്ന സജികുമാർ തന്നെ എന്ന് ഉറപ്പിച്ച് പോലീസ്. കേസിലെ മറ്റ് പ്രതികൾ കൊലപാതകത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്ന് പോലീസ് വ്യക്തമാക്കുകയാണ്. പണത്തിനു വേണ്ടിയുള്ള കൊലപാതകം എന്നാണ് കണ്ടെത്തൽ. തമിഴ്നാട് പോലീസിനെ കുഴപ്പിച്ച കളിയിക്കവിള കൊലപാതകം അന്വേഷണം അവസാന ഘട്ടത്തിലെത്തി. ചൂഴാറ്റുകോട്ട അമ്പിളി എന്ന സജികുമാർ തന്നെയാണ് എല്ലാത്തിനും പിന്നിലെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. രണ്ടാം പ്രതിയായ സുനിൽകുമാർ ക്ലോറോഫോമും സർജിക്കൽ ബ്ലേഡും അമ്പിളിക്ക് എത്തിച്ചു നൽകി. എന്നാൽ കൊലപാതകത്തിനാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്നാണ് സുനിൽകുമാറിന്റെ മൊഴി. ഈ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടുണ്ട്. അമ്പിളിയെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് താൻ ഒളിവിൽ പോയതെന്നും സുനിൽകുമാർ മൊഴി നൽകി. മൂന്നാം പ്രതിയായ പ്രദീപ് ചന്ദ്രൻ കേസിൽ നേരിട്ടിടപെട്ടിട്ടില്ല. അമ്പിളിയും സുനിൽകുമാറും സംസാരിക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്നു എന്നതിനാണ് ഗൂഢാലോചനാ വകുപ്പ് പ്രകാരമുള്ള കേസ്. കൊല്ലപ്പെട്ട കോറി ഉടമ ദീപുവിന്റെ പണം തട്ടിയെടുക്കാനായിരുന്നു കൊലപാതകം. വലിയ ആസൂത്രണത്തിന് ശേഷമാണ് അമ്പിളി കൊലപാതകം നടത്തിയത്. പിടിക്കപ്പെട്ടാൽ പറയാനുള്ള കള്ളങ്ങളും നേരത്തെ തയ്യാറാക്കി വെച്ചു. അന്വേഷണത്തിൽ പോലീസിനെ കുഴച്ചതും മുൻകൂട്ടി തയ്യാറാക്കിയ അമ്പിളിയുടെ ഈ തിരക്കഥയാണ്. ഇൻഷുറൻസ് ബന്ധവും മറ്റൊരാൾ നൽകിയ കൊട്ടേഷനുമെല്ലാം അമ്പിളി നേരത്തെ തയ്യാറാക്കിയ തിരക്കഥ. വിശദമായ അന്വേഷണത്തിലാണ് ഇതെല്ലാം നുണയെന്ന് തെളിഞ്ഞത്. കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിള ഒറ്റാമരത്ത് വെച്ചാണ് ദീപുവിനെ കഴുത്തുറത്ത് കൊലപ്പെടുത്തിയത്. കന്യാകുമാരി SP സുന്ദരവദനത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിച്ചത്. 24 തിരുവനന്തപുരം.